ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും വരാനിരിക്കുന്ന സ്റ്റോറിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പേ ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഒരു അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം പലരും ആശ്രയം നഷ്ടപ്പെട്ടും പലരും ഫുഡ് പോലും കഴിക്കാതെ അതില്ലാതെയും പിന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് സഹായമായി തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കഥ പറയാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് നമ്മുടെ ജപ്പാനിൽ ഒരു 5 വർഷത്തിന് മുമ്പേ ഒരാൾ വീട് വെച്ചു. ആ വീട് വെച്ചപ്പോഴത്തേക്ക് പുള്ളി ഒരു ഉത്തരത്തേൽ ഒരു ആണി അടിച്ച് കയറ്റി വെച്ചു. എന്നിട്ട് ഈ വീട് പുതുക്കി പണിയപ്പോഴത്തേക്കും ഈ ഉത്തരം അഴിക്കുന്ന സമയത്ത് ആണി ഊരാൻ നോക്കുമ്പോഴത്തേക്ക് ആണി അടിച്ച സ്ഥലത്ത് ഒരു പല്ലിയുടെ വാലല്ല കാലയിൽ ഈ ആണി അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 5 വർഷമായിട്ട് ഈ പല്ലി ചത്തിട്ടില്ല. അപ്പോൾ ഇയാൾ അതിശയിച്ച് നോക്കി, 5 വർഷമായിട്ട് ഒരു പല്ലി ചാകാത്തതിൻ്റെ കാരണം എന്തെന്ന് നോക്കുമ്പോഴത്തേക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ജീവിച്ചെന്ന് പുള്ളി ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. സംഭവം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷവും ഈ പല്ലിക്ക് വേണ്ടതായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ പങ്കാളിയായിട്ടൊരു പല്ലിയാണ്. അപ്പം ആവശ്യ സമയത്ത് വന്ന് അവർ തമ്മിലുള്ള സംഭാഷണം നടത്തുകയും പിന്നെ അതിന് ഫുഡ് കൊടുക്കുന്നു. അത് ഒരു പല്ലി 5 വർഷം ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു അതിശയമായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. എങ്ങനെയാണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ പോലും നമുക്ക് കൈത്താങ്ങായിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ പങ്കാളി നമ്മുടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ സമയത്ത് പോലും യുദ്ധത്തിനും അവിടെ ഇവിടെ എല്ലാ ആൾക്കാരെ ആശ്രയമില്ലാതിരിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ ചെറുതായിട്ട് സഹായിക്കണം എന്ന് പറയുന്നത്. അപ്പം ഈ കഥയിൽ എന്താണ് റിലേറ്റഡ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇപ്പം ഈ ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയും അതുപോലെ പെൺകുട്ടികൾ ഈ സമൂഹത്തിലുണ്ട്. അത് പലരാലും ആക്രമിക്കപ്പെട്ട് വീട്ടിലും പിന്നെ പലയിടത്തും അടിമയായിട്ടും ഒക്കെ കഴിയുന്നൊരവസ്ഥ, പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോവാണ്. ശരണ്യയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പിന്നെയും കയറി പിടിക്കുന്നുണ്ട്. അവർ നാട്ടുകാരെല്ലാം പിടിക്കുന്നുണ്ട്. നിന്നോട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ല, നീ എന്തിനാ ഇവിടെ കയറി വരുന്നത്? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടുകാർ നിൻ്റെ വീട്ടിലുള്ള ആ ചെറുക്കനല്ല ഈ പരിപാടിയൊക്കെ ചെയ്ത് കൂട്ടിയത്. അവൻ കാരണം കൊണ്ടല്ല ഈ പെണ്ണിന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത്, പഠിക്കാൻ പോകാൻ പറ്റാത്തത്, സമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. ആ പെണ്ണിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആങ്ങളുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്ത് ഇരിക്കുന്നു. അതുകൊണ്ട് നീയൊക്കെ വന്നിട്ട് പിന്നെ അവളെയൊക്കെ മുറിവേൽപ്പിക്കാനാണ് പരിപാടി. അതിന് ക്യാൻവാസ് ചെയ്യാനുള്ള ക്യാഷ് കൊടുത്താറാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യാനാണോ? ഇതൊക്കെ അതിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെയുള്ള ആളല്ല, ഞാൻ അവിടുത്തെ ഒരു വേലക്കാർ മാത്രമാണ്. എനിക്ക് കാരണം ഞാൻ ഇതിനു മുമ്പേ ഇങ്ങനെയുള്ള സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഹോം നേഴ്സാണ്, അതുകൊണ്ട് എനിക്ക് അവരൊന്ന് സഹായിക്കണം, ആ കൊച്ചിനെ ഒന്ന് കാണണം, ആ കൊച്ച് താന്നു പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഷാജു ഓടി വന്നിട്ട് പറയാം, നീയൊക്കെ എന്താ കാണിക്കുന്നത്? ആ കൊച്ച് ഇന്നലെ വന്നിട്ട് പോയതല്ലേ, ആ കൊച്ചിന് ഒരു കുഴപ്പമില്ല, ആ കൊച്ച് ആ കൊച്ചിനെന്താ തെറ്റിയത്? ആ കൊച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ നീയൊക്കെ ഇന്നലെ പലരും ഈ കൊച്ചിന് മണ്ണെണ്ണ ഒഴിച്ചല്ലോ, പലരും ഈ കൊച്ചിനെ കത്തിച്ചല്ലോ, അടിച്ചല്ലോ, ചവിട്ടിയല്ലോ, പലരും ചെയ്തിട്ടില്ല. ഈ കൊച്ചിൻ്റെ വീട്ടിൽ വന്ന് പോലീസ് ഈ കൊച്ചിനെ അന്വേഷിച്ചു, ആരാ നിന്നെ ആക്രമിച്ച്, ആരാ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ആരാ നിന്നെ അടിച്ചെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പോലെ ആ കൊച്ച് തുറന്ന് പറയാതെ നിങ്ങളെയൊക്കെ സംരക്ഷിക്കുക ചെയ്തേ. അപ്പം ആ കൊച്ചിനോട് നിന്നോടോ അല്ല നിങ്ങളോട് ഓരോരുത്തരും വൈരാഗ്യം ഉണ്ടെങ്കിൽ, അത് ദേഷ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ പിടിപ്പിച്ച് കൊടുക്കത്തില്ലായിരുന്നോ ചോദിക്കും. അപ്പം ലാസ്റ്റ് ഷാജിയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കയറിപ്പോവാണ്. അപ്പം അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് വാതിൽ അടച്ചിട്ട് വാതിൽ തുറന്ന് കയറുമ്പോഴത്തേന് ഒരു വെട്ടം അടിച്ച് കയറുമ്പോഴത്തേന് ശരണ്യ കണ്ണ് മുറുകെ അടച്ച് പിടിച്ചിട്ട് കഥ തുറക്കണ്ട പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അലീന അടുത്ത് പോയി നിന്നിട്ട് പറയുവാണ്, മോളെ എന്താ മോളെ ഇങ്ങനെ എഴുന്നേക്ക്, മോളെ എഴുന്നേറ്റിരിക്കുക, സംഭവം എന്നാ, നിനക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഇന്ന പോലെ ഒരു സംഭവം നടന്നു, ശരിയാണ്, മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നിന്നെ പ്രതീക്ഷിക്കുന്ന അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അല്ല ചേട്ടനുണ്ട്, ഇവരെല്ലാവരും നിന്നെ പ്രതീക്ഷിക്കുന്ന കാരണം നീയൊന്ന് എഴുന്നേറ്റ് ആക്റ്റീവായി മാത്രമേ ഇത് നടക്കത്തുള്ളൂ. എന്താ മോളെ ഇങ്ങനെ ചെയ്ത് അവർ അമ്മ പറയുന്നുണ്ട്, അവൾ ഫുഡ് കഴിച്ചിട്ട് 2-3 ദിവസമായി, അവൾ നല്ല രീതിയിൽ ഒന്ന് കുളിച്ചിട്ടോ ഡ്രസ്സ് മാറിയിട്ടുള്ള പല ദിവസങ്ങളായിട്ടുണ്ട്, ഒന്നിനും നമുക്ക് പറ്റുന്നില്ല. ഈ ഇരുളടഞ്ഞായിട്ടുള്ള റൂമിൽ മാത്രം കിടന്ന് അങ്ങനെ കഴിഞ്ഞുകൂടാണ്, അവളെ കൊണ്ട് ഒന്നും പറ്റത്തില്ലെന്നുള്ള തോന്നില്ല മോളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇല്ല അമ്മ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു അലീന അവളെ അങ്ങനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയാം, മോളെ നീ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഈ സമൂഹത്തിന് മധ്യയിൽ കൊള്ളരാത്തൊരു പെണ്ണായി, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പ് ഫേസ് ചെയ്യാൻ പറ്റൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ആരോടും സംസാരിക്കാൻ വേണ്ട, നിങ്ങളെല്ലാവരും ഇറങ്ങി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് മോളെ അങ്ങനെ പറയല്ലേ, മോളെ പോലെ ഒരു പെണ്ണാണ് ഞാനും, എനിക്കും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സമയത്ത് അതേ വീട്ടിൽ, അതായത് ഈ രോഹിത്തും മറ്റേ ആളും കൂടി ചേർന്നാണ്, പേര് വിട്ടുപോയി, സോറി,
അപ്പോൾ ഹരിയും കൂടി ചേർന്നാണ് ഈ സംഭവം ചെയ്തത്. അന്ന് ഹരി പറഞ്ഞതിന് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ രോഹിത് കയറി വന്നത്. പക്ഷേ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് അന്ന് ആ സമയത്ത് ഞാൻ ആ കത്രിക എടുത്ത് എൻ്റെ കഴുത്തിൽ അല്ല വയറ്റിൽ കുത്തിയത് കൊണ്ട് എനിക്ക് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആ കേസ് കൊടുത്തിരുന്നെങ്കിൽ തന്നെപ്പോലെ അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരു കൊച്ചിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. ഞാനന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് കൂടുതലായിട്ട് വന്ന് നിൽക്കുന്ന മോളെ. കാരണം നീ അതിൽ വിഷമിക്കരുത്. കാരണം നിന്നെ ഒരാളും ഈ പേപ്പട്ടികൾ കടിച്ചു. ആ പേപ്പട്ടിയുടെ വിഷം ഇറങ്ങി കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തി മാറ്റുന്നുണ്ട്. അതുപോലെ നിനക്ക് നിൻ്റെ ദേഹത്തും അല്ല ശരീരത്തിലും മനസ്സിലിരിക്കുന്നിട്ടുള്ള ആ വിഷം മാറ്റി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാനുള്ളത് ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നു കുളിക്കുന്നു പറയുമ്പോഴത്തേക്ക് എനിക്ക് കുളിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടെ തന്നെ ഇരിക്കത്തില്ല, എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്തിനാ എൻ്റെ ഈ ശരീരം ഇനി എന്നാത്തിന് കൊള്ളാം എന്നൊക്കെ മോളെ അങ്ങനെ പറയരുത്. തേച്ച് മാച്ച് കളയാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അതായത് നീ നിൻ്റെ ശരീരത്തിനെ കാരണം നിൻ്റെ മനസ്സിനെ ആദ്യം ക്രമീകരിച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ കയറി വരാൻ പറ്റൂ. അങ്ങനെ ഒന്നും നീ കരുതരുത്, എഴുന്നേൽക്കുന്ന മോളെ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയാം അമ്മേ ഇച്ചിരി ഫുഡ് കൊണ്ടുവന്ന് ഞാൻ കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ മോളെ കഴിക്കണം, മോളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നീ കാരണം കൊണ്ട് ജോലിക്ക് പോകാതെ, കാരണം നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ നിൻ്റെ ഒരു ആങ്ങളുണ്ട്. അവൻ കാരണം നിനക്ക് നിൻ്റെ നല്ലൊരു കല്യാണം നടത്താൻ വേണ്ടിയും നല്ല ഭാവി ഉണ്ടാക്കി തരാനൊക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവൻ്റെ പഠനം, അവൻ്റെ ജോലി, ഇതൊക്കെ അവൻ നീ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നിന്നെ പ്രതീക്ഷ അവരിയ്ക്കുന്നത്. അതുകൊണ്ട് നീ എഴുന്നേൽക്കണം. പലരും ഈ സമൂഹത്തിൽ ഇങ്ങനെ പോയവരെല്ലാം ഉണ്ട്, ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ യാതൊരു രീതിയിലും ഇങ്ങനെ താഴ്ന്ന് കിടക്കരുത്, നമ്മൾ എഴുന്നേറ്റ് വരണം എന്നുള്ള ഇത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചോറ് കൊണ്ടുവന്ന് ചോറ് കൊടുക്കുന്നുണ്ട്. ഒരുവിധം പറഞ്ഞ് സംസാരിപ്പിച്ച് കഴിപ്പിക്കുന്നുണ്ട്. കഴിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട് മോളെ നീ ഇപ്പോൾ കുളിച്ച് എല്ലാം റെഡിയാകുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറഞ്ഞ് പോയി കുളിക്കാനൊക്കെ പറയും. കുളിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അലീന ജനലൊക്കെ തുറന്നു കൊടുക്കുകയാണ്. ജനലൊക്കെ തുറന്നു കൊടുക്കുമ്പോഴത്തേക്ക് ജനൽ തുറന്നു, അയ്യോ തുറക്കല്ലേ, എനിക്ക് കാണാൻ പറ്റത്തില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മോളെ എന്തിനാ നീ പേടിക്കുന്നത്, ആൾക്കാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ച ആൾക്കാർ, ഈ നിൻ്റെ നാട്ടുകാർ, അവർ നിനക്കൊരു ആക്സിഡൻറ്റ് നിനക്കൊരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഖേദിച്ചിട്ട് അതിൽ വിഷമിച്ചിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്നത്. ഞാൻ ആ വീട്ടിൽ അംഗമാണെന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ ചെയ്യാൻ. അപ്പോൾ നിന്നെ സ്നേഹമില്ലാത്ത ആൾക്കാരാണ് ഈ നാട്ടുകാരുള്ളത്. അല്ലെങ്കിൽ പത്രക്കാർ അവരെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരു പത്രക്കാരില്ല, അവരവരുടെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച അതിൽ കൂടുതൽ ആരും സംഭവം ആലോചിച്ച് നിൽക്കത്തില്ല. ഇതിപ്പോൾ 1 മാസം അടുപ്പിച്ചായല്ലോ. അപ്പോൾ അവരെല്ലാം അവരുടെയായിട്ട് ജോലി നോക്കും. നീ നോക്കി അവിടെ ആ മുറ്റത്ത് നോക്കി എത്ര കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയോ തന്നെ ഓരോരുത്തർ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നത്, എല്ലാം ചെയ്യുന്നുണ്ട്. നീ മാത്രം എന്തിനിങ്ങനെ ഇതിനെക്കുറിച്ച് ശോകം അടിച്ചിരിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്ന മോളെ? നീ ആക്റ്റീവാ, നീ എഴുന്നേറ്റ് വാ മോളെ, നിനക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, നിനക്ക് പഠിക്കാനുണ്ട്, നിനക്ക് പല രീതിയിൽ സമൂഹത്തിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്. നീ ഇതിന് ഇവിടെ ഇരുന്നിട്ട് എന്തൊരു കാര്യം എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അലീനെ കൊണ്ട് അവളുടെ മുടിയൊക്കെ ചീകി കൊടുക്കുന്നുണ്ട്. മുടി ചീവി കൊടുത്തിട്ടൊരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവർ അമ്മ ഓടി വന്നിട്ട്, അയ്യോ മോളെ എത്ര ദിവസമായി മോളെ നീ ഇങ്ങനെ നിൻ്റെ ഫേസ് ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്, നിൻ്റെ മുടി ഒന്ന് ചെയ്തിട്ട് നീ ഇങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന എത്ര ദിവസമായി കണ്ടേ മോളെ, നീ ഇങ്ങനെ തന്നെ ഇരിക്കണം മോളെ. കാരണം ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ കൂടെ നിൽക്കാനും നിൻ്റെ ഏതൊരവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട് മോനെ, ഞാനുണ്ട്, അച്ഛനുണ്ട്, നിൻ്റെ സഹോദരനുണ്ട്, എന്തിനാ നീ വിഷമിക്കുന്നത്, ഈ നാട്ടുകാരെല്ലാം ഉണ്ട്, ഞങ്ങൾ അവരോട് സംസാരിച്ച് അവർക്ക് യാതൊരു വിഷയമില്ല, അവരെല്ലാം നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്ന് പറയാം. മാത്രമല്ല നിന്നെ ഇപ്പം ആക്രമിച്ച വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അവർ ജയിലിലാണ്. അവരും ഒരിക്കലും രക്ഷപ്പെടുത്തില്ല, അവർ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കത്തില്ല മോളെ എന്നൊക്കെ അവർ അമ്മ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അലീന പറയുന്നുണ്ട്, അതേ മോളെ അവരെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കരുത്, ഞാനും കൂടെ ഉണ്ട്, ഞാൻ ആ വീട്ടിൽ അംഗമാണെങ്കിൽ പോലും അല്ല ആ വീട്ടിലെ ജോലി ചെയ്യുന്നെങ്കിൽ പോലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല, ഞാൻ നിൻ്റെ കൂടെ ഏതറ്റവും വരാൻ ഞാൻ തയ്യാറാണ് മോളെന്ന് പറയും. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങളും മോളെ ശരണ്യ നീ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ മൊബൈലോ അല്ലെങ്കിൽ ടി വി എടുത്ത് കാണണം. കാരണം അതല്ലാതെ ഒരിടത്ത് റൂമിൽ തന്നെ അടച്ചിട്ട റൂമിൽ ഇരിക്കരുത്, കാരണം അത് നിൻ്റെ ഭാവിക്ക് പ്രശ്നം ഉണ്ടാകും. എനിക്ക് വീട്ടിൽ പോയാൽ പറ്റും, നിന്നെപ്പോലെ തന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, അവൾമാരെ നോക്കണം, കാരണം അവിടെ ആരുമില്ല എന്ന് പറയുന്നത് ശരിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന വരുവാണ്. അലീന വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാലചന്ദ്രൻ മേൽ റൂമിലിരിക്കും. ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ എന്തെങ്കിലും ചോദിക്കുന്നത്, അച്ഛൻ മേലോടെന്ന് പറയാം. അച്ഛൻ ഉടനെ മേലെ ചെന്നിട്ട് പറയും, ചായ വല്ലതും കുടിച്ചു ചോദിച്ചു, ചായ കുടിച്ച്, എന്താ മോളെ നിൻ്റെ അവസ്ഥ, എന്താ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അച്ഛൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അച്ഛൻ കുഴപ്പമില്ല അച്ഛാ, കൊച്ചിന് നേരത്തേലും ഭേദമുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചൊരു അടച്ചിട്ട് റൂമിൽ തന്നെയായിരുന്നു, പുറത്തിറങ്ങത്തില്ല, ഞാൻ ചെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു, അതുപോലെ ഉണ്ണാനും അതല്ല കുളിപ്പിക്കുകയും അതുപോലെ മുടിയൊക്കെ ചീവി കൊടുത്ത് നല്ല രീതിയിൽ ഒത്തിരി
മാറ്റമുണ്ട്, ഇനി അടുപ്പിച്ചടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ അതിൽ മാറ്റം ഉണ്ടാവും അച്ഛാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓക്കെ മോളെ നീ എന്തെങ്കിലും ചെയ്യും. പക്ഷേ പിന്നെ നമ്മുടെ രോഗത്തിനെ എങ്ങനെ ഇറക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനോട് എനിക്ക് യോജിപ്പില്ല അച്ഛാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 2 പെൺമക്കളുണ്ട്, ബബിതയുണ്ട്, കൃഷ്ണമോളും ഉണ്ട്. അവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ അവസ്ഥ അതുപോലെ തന്നെയാണ് ഞാൻ നിൽക്കത്തുള്ളൂ. കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. ഇപ്പം ബബിതയും കൃഷ്ണമോൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണ് അതേപോലെ തന്നെയാണ് ഞാനിപ്പം രോഹിത്തിനെയും ഹരിയെയും ഞാൻ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് യാതൊരു ഇതില്ല. അപ്പം ബാലചന്ദ്രൻ പറയണേ മോളെ ഇതിൻ്റെ അകത്ത് നിൻ്റെ അഭിപ്രായം അങ്ങനെ ആയിരിക്കും, പക്ഷേ എനിക്ക് അപ്പനല്ലേ, ഞാനത് ഏതറ്റം വരെ പോയത് അവനെ രക്ഷപ്പെടുത്താനേ നോക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിലെനിക്ക് എഴുതുന്നില്ല. അച്ഛൻ്റെ രീതിയിൽ മുമ്പോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാണിക്കുവാണ്. അച്ഛൻ പറയുകയാണ്, അത് ബാലചന്ദ്രൻ പറയണം മോളെ എനിക്കും അങ്ങോട്ട് വരണമെന്നുണ്ട്, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ട അച്ഛൻ വേണ്ട എന്ന് പറയുമ്പോൾ എന്നാലും ഞാൻ പുറത്തിറങ്ങുവാണ്, ഞാൻ കടയിലോട്ട് പോവാണ്, ജ്വല്ലറിയിലേക്ക് പോവാണ്, ആൾക്കാരൊക്കെ കല്ലെറിയായിരിക്കും, പല രീതിയിൽ നമ്മൾ എന്നെ ആക്രമിക്കായിരിക്കും, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശരി അച്ഛാ കുഴപ്പമില്ല പോയിട്ട് പോകാമെന്ന് പറയാം. പിന്നെ നമ്മുടെ അലീനയും കൂടെ വരുവാണ്. അലീന വന്നിട്ട് വണ്ടി കയറി വന്നിട്ട് ശരണ്യയുടെ വീട്ടിൽ വരാം. ശരണ്യ വീട്ടിൽ ചെന്നപ്പോഴത്തെ തന്നെ അമ്മ കണ്ടിട്ട് പറയണം മോളെ വളരെ ഉപകാരം, കാരണം നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല, കാരണം അത്രമാത്രം നീ വലിയ കാര്യങ്ങളാണ് ഈ വീടിന് വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ മോള് എഴുന്നേറ്റ് വരത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന മോളാണ്, പക്ഷേ ഇപ്പോൾ അവൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ രീതിയിൽ പല കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഇപ്പം ചോദിക്കുന്നത് അലിന് ചോദിക്കണ്ടേ എന്താ അമ്മ ഇന്നലെ ഞാൻ പോയതിന് ശേഷം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ? ഇന്നലെ നീ പോയതിന് ശേഷം ഉച്ചയ്ക്ക് കഴിച്ചു, വൈകിട്ട് ഡിന്നർ കഴിച്ചു, ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടിരിക്കുക മോളെ. മാത്രമല്ല നീ പോയതിന് ശേഷം ഞാൻ അവൾക്ക് ഒരു വായിക്കാനും അതൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അതുപോലെ മറ്റേ ക്യാൻവാസ് എടുത്ത് കൊടുത്തിട്ട് അവൾ പടം വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അവളത് നല്ലൊരു പടം വരച്ചു. കാരണം ഞാൻ ഈ ചങ്ങല ഭേദിച്ച് പാറിപ്പറക്കുന്നത് ഫ്രീ ബേഡായിട്ട് പറക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ, അതൊരു പടമൊക്കെ അവൾ വരച്ചായിരുന്നു നല്ല രീതിയിൽ. അതുപോലെ പാറിപ്പറക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളത് പറയുകയും ചെയ്തു മോളെ നീ ഇതുപോലെ പാറിപ്പറക്കണം, കാരണം ഇത് ഈ ലോകം നിന്നെ പിടിച്ചു വെക്കത്തില്ല. ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് അവിടെ തന്നെ തളയ്ക്കപ്പെട്ട ഒരു അവസ്ഥയാകരുത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും അവൾ അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേമേ എനിക്കും അതന്നെ പറയാനുള്ളൂ, കാരണം ഞാനും ആക്രമിക്കപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. പക്ഷേ അവിടെ നിന്ന് ഞാൻ റിക്കവറായി വന്നില്ല, കാരണം ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ പലയിടത്തും ഓടിപ്പോയില്ലല്ലോ. പലരെയും ഫേസ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടാൻ പറ്റുന്ന, അല്ല നമുക്ക് വരുന്ന പ്രതിസന്ധികളെല്ലാം നേരിട്ട് തന്നെ മുമ്പോട്ട് പോകണം അമ്മേ എന്ന് പറയണം. എന്നിട്ട് പറയണം എന്നാലും നിന്നോട് ചതി ചെയ്ത ആളോട് ഭയങ്കരം തന്നെയാണല്ലോ അവൻ, ഹരി ഭയങ്കരം തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ അതേ ചേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അവനാണ് ഞങ്ങളുടെ 2 വർഷത്തിൽ സ്നേഹമായിരുന്നു. അവനാണ് ഒരുപാട് കാശ് തരും, പല രീതിയിൽ ട്രീറ്റ് ചെയ്യും, പല രീതിയിൽ പല സ്ഥലത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പക്ഷേ പല പ്രാവശ്യം അവൻ എന്നോട് റൂം എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇതാണെന്ന് ഒരു വൈരാഗ്യമൊക്കെ ആണെന്ന് തോന്നി. എല്ലാവരും കൂടി ചേർന്ന് 3 പേരും ചേർന്ന് അല്ല 4 പേരും ചേർന്ന് എന്നെ ആക്രമിച്ചെന്നൊക്കെ പറയുവാണ്. ആണോ ശരി മോളെ, അവനല്ലെങ്കിലും കൊള്ളത്തില്ല മോളെ, അവനാണ് ഈ ഹരി തന്നെയാണ് എൻ്റെ വീട്ടിലുള്ള ഇപ്പം ഞങ്ങൾ ആങ്ങളെ പോലെ കരുതുന്ന രോഹിത്തിനെ ഇല്ലാതാക്കുന്നത്. അവൻ മദ്യം കൊടുക്കുന്ന, മയക്കുമരുന്ന് കൊടുക്കുന്ന, പെണ്ണുങ്ങളെ പിടിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുന്നു, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിച്ച് അവൻ തന്നെ ഇവനെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന അവനെയൊക്കെ എന്ത് ചെയ്യാനാ, അവൻ കാരണം കൊണ്ട് നശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശരണയെ പറയാണ് ചേച്ചി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ മോളെ പറ മോളെ പറയാം. അല്ല ചേച്ചി ഇതിനകത്ത് രോഹിത്ത് ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല ചേച്ചി എന്ന് പറയുക. അത് തെറ്റ് ചെയ്തിട്ടില്ല, നീ എന്തിയാ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുക. എന്നാൽ അതല്ല ചേച്ചി, ഞാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് ഞാൻ കയറി ചെന്നപ്പോഴത്തേക്ക് എനിക്കൊരു മരുന്ന് എന്തോ ഒരു കുടിക്കാൻ എന്തോ ഒരു വെള്ളം തന്നായിരുന്നു. അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കാണുന്നത് പറയുമ്പോഴത്തേക്ക് അവരെന്നെ ആക്രമിച്ചുകൊണ്ട് അതെന്താ റേപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പകുതി ബോധം പിന്നെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് 3 പേരെയാണ് ഞാൻ ശരിക്കും കാണുന്നത്. ആ 3 പേരെ ഞാൻ തിരിച്ചടിക്കുകയും പിച്ചുകയും മാന്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അതിൽ നിന്നും എന്നെ ഞാൻ കീഴ്പ്പെട്ട് പോവുകയും ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഈ രോഹിത്ത് എന്ന ആളില്ല. ശരിക്കും പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തും പറയുന്നുണ്ടായിരുന്നു, അതായത് ആ മണ്ടൻ അല്ല ആ പൊട്ടനെ പേടിച്ച് ദൂരം നേരത്തെ പോയി കളഞ്ഞാൽ ആദ്യം പോയി കളഞ്ഞല്ലോ, അവനിത് ഈ ഭാഗ്യമൊന്നും കിട്ടിയില്ലോ എന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു ചേച്ചി. അപ്പം ഇത് പിന്നെ എന്തുകൊണ്ട് നീ പോലീസിൽ പറഞ്ഞില്ല, എന്തുകൊണ്ട് നീ അവിടെ കോടതി പറഞ്ഞില്ലെന്ന് ചോദിക്കുക. ചേച്ചി ഇത് സംഭവം എന്ന് പറഞ്ഞാൽ പോലീസുകാരാണ് പറഞ്ഞത്, എന്തോ അവരുടെ എന്തൊരു കള്ളത്തരാണെന്ന് കാണിച്ചത്. ഞാൻ പറഞ്ഞത് അവരോട്, അതായത് ആ വ്യക്തി എന്നൊന്നും ചെയ്തില്ല, നീ മിണ്ടിപ്പോരുത്, വക്കീലും പറഞ്ഞു പോലീസ് പറഞ്ഞു നീ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അതായത് DNA അത് സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ശരിക്കും പറയുമ്പോഴത്തേക്ക്
ഇയാളില്ല, അത് രോഹിത്തില്ല, ബാക്കി 3 പേർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അത് ഇത് റേപ്പ് ചെയ്യുന്നതിനുള്ള സാമ്പിളിനകത്തുള്ള എവിഡൻസിനകത്ത് ഉള്ളു ചേച്ചി എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ എന്തുകൊണ്ട് നേരത്തെ പറയുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം ശരി, ഞാൻ പറഞ്ഞില്ലേ ഇത് പോലീസുകാർക്കൊക്കെ നിർബന്ധിച്ചുകൊണ്ടെന്നാണ്. മോളെ ഇതിപ്പം അവൻ നിരപരാധി ആവുകയാണല്ലോ മോളെ. അതേ ചേച്ചി, ഞാൻ അതുകൊണ്ടാണ് ചേച്ചിയോട് പറഞ്ഞത്. അപ്പോൾ ആ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ മോളെ എത്രയും പെട്ടെന്ന് നീ ആ കാര്യങ്ങൾ, കാരണം ഇനിയുള്ള വാദങ്ങൾ വരുമ്പോഴത്തേക്ക് നീ പറയണം മോളെ. കാരണം അല്ലെങ്കിൽ നീ ഇപ്പം റിക്കവറായി വന്നു, അപ്പം നിന്റെ ജീവിതത്തിലേക്ക് കടക്കുക. ഇപ്പം തന്നെ ആ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ 10-30 ദിവസമായിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം സ്റ്റേഷനിൽ വെച്ച് ശരിക്കും അടിയുണ്ട്. അതുകൂടാതെ ഇപ്പം ജയിലിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ വാർഡൻ്റെ അടുത്ത് നിന്ന് സൂപ്രണ്ടിൻ്റെ അടുത്തും പോലീസുകാരിൽ നിന്ന് എല്ലാവരും നല്ല കിട്ടുന്നുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ അവൻ ആക്രമിക്കപ്പെടുന്നുണ്ട്. മോളെ അത് നീ അനുവദിച്ച് കൊടുക്കരുത്. കാരണം നീ ആക്രമിക്കപ്പെടുന്നത് ശരിയാണ്, പക്ഷെ നിൻ്റെ ജീവിതം നീ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യക്തി കാരണം ജീവിതകാലം മുഴുവൻ അവൻ്റെ ജീവിതം പോവുകയാണ്. അതുകൊണ്ട് നീ എങ്ങനെയും അവനെ രക്ഷപ്പെടുത്തണം. കാരണം ഇത് ആരും നിന്നെ എതിർത്താലും അല്ല ആരും നിന്നെ ഭീഷണിപ്പെടുത്താലും ഞാനത് കൂടെ നിന്നോളാം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആരും നിന്നെ ഭീഷണിപ്പെടുത്താൻ പോലീസുകാരെ പട്ടാളം എന്ന് പറഞ്ഞാൽ പോലും നിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല, നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് DYSP വരെയുള്ള ആളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ശരി ചേച്ചി എന്ന് ചെയ്യാമെന്ന്. മാത്രമല്ല ചേച്ചി, ഇത് ഞാൻ അച്ഛനോ അമ്മയോ സഹോദരനോട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ചേച്ചിയോടായിട്ട്. ചേച്ചി ഇപ്പോൾ ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മോളെ പറഞ്ഞത് നന്നായി. കാരണം എന്താണെങ്കിലും അത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അവനെ ഞാൻ സഹോദരനെ പോലെ കരുതുന്നല്ലേ. അപ്പം അവൻ്റെ അച്ഛനും അമ്മയും അവരെല്ലാം കുടുംബക്കാരെല്ലാം നല്ലതാണ്. അവനും ചെറിയ രീതിയിൽ ഈ ഹരിയായിട്ട് നടന്നിട്ട് ചെറിയ ചെറിയ പരിപാടികളേ ചെയ്യുള്ളൂ. പക്ഷേ ഇത് ചെയ്തെന്ന് ഞാൻ പെട്ടെന്ന് വിശ്വസിച്ച് പോയത് ഹരിയുടെ കൂടെ നടന്നുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അവൻ ചെയ്തില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് നീ പറഞ്ഞതുകൊണ്ട് മാത്രം. അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടരുത് മോളെ. എത്രയും പെട്ടെന്ന് അവനെ നീ രക്ഷപ്പെടുത്താൻ നോക്കണം. അതിലൂടെ നിനക്ക് ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. കാരണം നീ കാരണം കൊണ്ട് എല്ലാവരും ഇപ്പം അവൻ കൂട്ടുനിന്നുള്ളൊരു രീതിയിൽ അവന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 30 ദിവസം കിടന്നിട്ട് നല്ല ഇടി എല്ലാം കൊടുത്തിട്ട് അവൻ്റെ ചാറ് വെള്ളം പോലെ ആയിട്ടുണ്ട്, അല്ലെ രക്തം ചാറ് പോലെ ആയിട്ടുണ്ട്, അല്ലെ വെള്ളം പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നീ അതിലൊന്നും വിഷമിക്കണ്ട. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും കോടതിയിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് ചെയ്യണമെന്ന് പറയും ശരി ചേച്ചി എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞാൽ സിനിമകളെ കുറച്ച് നേരം കൂടെ അവിടെ കൂടെ ശരണയുടെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോവാം. അപ്പം നമ്മുടെ ശരണയുടെ അമ്മയും പറയുന്നുണ്ട് മോളെ ഇനി ഇടയ്ക്ക് വരണം, ഇടയ്ക്കിടയ്ക്ക്. ഇല്ലമ്മ നല്ല രീതിയിൽ അവൾക്ക് കുറവായിട്ട് അവൾ സ്കൂളിലൊക്കെ പോകുന്ന വരെയും അല്ലെങ്കിൽ എപ്പം നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വരും. കാരണം ഞാനൊരു അനാഥാശ്രമത്തിലൊക്കെ ഞാൻ വളർന്നത്. അപ്പം എനിക്ക് 10-23 വയസ്സ് വരെ എന്നെ ആരും നോക്കിയിട്ടൊന്നും ഇല്ല. ഞാനിങ്ങനെ അനാഥാശ്രമത്തിലായതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും അതുപോലെ ഈ ഹോം നേഴ്സായി പോയി നിന്നു ഇപ്പോൾ ഒരുപാട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഈ ശരണയുടെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അവൾ റിക്കവറായിട്ട് വന്ന് നല്ല രീതിയിൽ ജീവിതത്തിൽ കടക്കുന്നവരെ എൻ്റെ എന്ത് സഹായം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട് വളരെ ഉപകാരം മോളെ, നിന്നെ ഒരിക്കലും മറക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കും 30 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നീ മാറ്റിയെടുത്ത് ഇപ്പോൾ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. നീ ഇടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിടുവാണ്. അപ്പം നമ്മുടെ അന്നെ തിരിച്ചു വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമ്മളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ബാലചന്ദ്രൻ കിടക്കുവാണ്. അപ്പം കൃഷ്ണമ്മളോട് ചോദിക്കുന്നത് അച്ഛൻ എന്തേ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അകത്തുണ്ട് ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചാൽ വളരെ സന്തോഷമുണ്ട് അച്ഛാന്നൊക്കെ പറയുന്നത്. പോയിട്ട് ഇപ്പോൾ എന്താ ഡ്യൂട്ടിയൊക്കെ എന്തെങ്കിലും ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആശ്വസിപ്പിച്ചു. പല രീതിയിൽ അവൾ റിക്കവറായി ഫുഡ് കഴിക്കുന്നുണ്ട്, പല രീതിയിൽ അവൾ ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാറായിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഒരു സന്തോഷ വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു, വാർത്ത പറയാനുണ്ട്. എന്ത് സന്തോഷ വാർത്തയാണ് മോളെ, ഇപ്പോൾ ഇത് ഇങ്ങനൊരു അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് രോഹിത്ത് എൻ്റെ മകൻ ജയിലിൽ കിടക്കുക, ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, എല്ലാവരും ഒരു സ്റ്റേജിൽ കിടക്കുന്ന രീതി. ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കാണ് എന്ത് സന്തോഷമാണെന്ന് പറഞ്ഞാൽ അച്ഛ ശരണ ഒരു കാര്യം പറഞ്ഞ് അതിൽ ആക്രമിച്ച പേരിൽ നമ്മുടെ രോഹിത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പേടിച്ച് അവൻ ഓടിപ്പോയെന്നാണ് പറഞ്ഞത്. അന്ന് അവനില്ല, അവൾ മൊഴി കൊടുക്കാമെന്ന്, അത് സ്റ്റേഷനിൽ കൊടുക്കാമെന്ന്, അത് കോടതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആണോ മോളെ, അത് നല്ല കാര്യമാണല്ലോ. കാരണം ഇത് ഞാൻ ഞെട്ടിപ്പോയി. അതായത് എനിക്ക് പറഞ്ഞത് ഞെട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ, അതിപ്പം എന്താ സംഭവം, ഇങ്ങനെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നത്. അച്ഛൻ എന്നാൽ മയക്കുമരുന്ന് കൊടുത്ത് അവളെ കടുപ്പിച്ച് കടത്തിയിട്ട് ഇവിടെ റേപ്പ് ചെയ്ത കൂട്ടത്തിൽ ഈ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ രോഹിത്തില്ല. പക്ഷെ അവൻ കൂട്ടു നിന്നത് കൊണ്ട് അവനിപ്പം ഈ 10-30 ദിവസത്തായിട്ടുള്ള ശിക്ഷ അവൻ
കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാ മോളെ, അവൻ അന്ന് അവിടെ നിന്ന് വീട്ടിൽ ഓടി വരുമ്പോഴത്തേക്ക് അവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന്, പേടിച്ചിട്ടായിരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി എന്തെങ്കിലും ചോദിച്ചു, വണ്ടി താഴെ വീണെന്നൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൻ്റെ അകത്ത് പോയിട്ട് പേടിച്ച് കഥ കടച്ച് അകത്തിരിക്കുക ചെയ്തേ മോളെ എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ, അപ്പം എങ്ങനെയും നമ്മുടെ ഹരിനെ രക്ഷപ്പെടുത്തണം അച്ഛാ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി മോളെ, നീയും തന്നെ ഇനി നോക്കണം. കാരണം നീ പോയി ശരണ്യയോട് സംസാരിച്ച് അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ ഏറ്റച്ച കുഴപ്പമില്ല. എൻ്റെ സഹോദരൻ അവൻ ശിക്ഷിക്കപ്പെടരുത്, അവൻ നല്ല രീതിയിൽ എന്നാ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. അതിനുവേണ്ടി നമ്മുടെ സഹായം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഞാൻ ഏതറ്റവും അവരെ പോയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശരണ്യയോട് സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി മോളെ, നീ കൂടുതലായിട്ട് അവളുടെ വീട്ടിൽ പോവുകയും അവരോട് സംസാരിക്കും, എന്തുപോലെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ അച്ഛാ, അച്ഛൻ്റെ സപ്പോർട്ടും കൂടെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയാം, മോളെ നീ വലിയ കാര്യങ്ങളെല്ലാം ചെയ്തേ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു വിശേഷം. ഇനിയും നല്ല നല്ല വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പ് വരാൻ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ കാണുന്ന ആരും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.